ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എടുത്ത ട്രേഡും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഫ്ലാറ്റ് ട്രേഡിൽ പോയിക്കാൽ 5 ട്രേഡാണ് എടുത്തത്. 5ഉം SL ആണ്. ഒരു ടാർഗറ്റും ഇല്ല. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ടാർഗറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ SL തന്നെയാണ്. ഇന്നും 5 SL ആണ്. അതിൽ എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ഓർഡറിൽ കാണാൻ കഴിയും. ഓക്കെ, എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർഡർ ഇവിടെ കാണില്ല. അത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഇവിടെ എക്സലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ജേണൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ടൈം കാര്യങ്ങളൊക്കെ കാണാം. ജേണലിൽ പോയി നോക്കുകയാണെങ്കിൽ ഇന്ന് 24-ാം തീയതി ഇതാണ്. ഓക്കെ, ഇതൊട്ട് ഇങ്ങോട്ടുള്ളതാണ് ഇന്നത്തെ ട്രേഡ്. 3, 4, 5 ട്രേഡാണ് ടോട്ടൽ എടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചാർട്ടിൽ പോയി നോക്കാം. ചാർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ, ഇതിൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ 15 മിനിറ്റിലുള്ള ലെവലും കാര്യങ്ങളൊന്നും വെച്ച് ഞാൻ പറയില്ല. ഞാൻ ഹയർ ടൈം ഫ്രെയിമിൻ്റെ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. ഹയർ ടൈം ഫ്രെയിം ലെവൽസും കൂടെ കാണിച്ചിട്ട് പണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ട് അതും കൂടെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ മാർക്ക് ചെയ്ത് വെച്ച കുറച്ച് ലെവൽസ് ഉണ്ടായിരുന്നു. ആ ലെവൽസിൽ എത്തിയപ്പോഴാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു ലെവൽ, പിന്നെ ഈ ഒരു ലെവൽ, ഈ ഒരു ലെവൽ, അങ്ങനെ കുറച്ച് ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിൻ്റെ മുന്നേ തന്നെ. ആ ലെവലൊക്കെ എത്തിയ സമയത്താണ് എൻട്രിയും കാര്യങ്ങളൊക്കെ എടുത്തത്. ഓക്കെ, അത് വെറുതെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 1, 2, 3, 4 ട്രേഡും നിഫ്റ്റിയിൽ ഒരു ട്രേഡാണ് എടുത്തത്. ഫുൾ SL തന്നെയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം തന്നെ എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഈ ഫസ്റ്റ് ലിക്വിഡിറ്റി എടുത്ത സമയത്താണ്. 15 മിനിറ്റിലുള്ള ഹയർ ടൈം ഫ്രെയിം ലെവൽ എടുത്ത സമയത്താണ് ഈ ട്രേഡ്. ഈ ഒരു ക്യാൻഡലിൽ എൻട്രി എടുത്തു. തൊട്ടടുത്ത ക്യാൻഡലിൽ തന്നെ SL അടിച്ചു. പെട്ടെന്ന് തന്നെ SL അടിച്ചു. അപ്സൈഡ് എൻട്രി ആയിരുന്നു. അത് SL അടിച്ചതിന് ശേഷം താഴോട്ടേക്ക് തന്നെയാണ് വന്നത്. നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നു. പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു. ഇതാ ഈ ഒരു ഞാൻ 15 മിനിറ്റിൽ കാണിച്ചു തന്നില്ലേ, ആ ലിക്വിഡിറ്റി എടുത്ത സമയത്ത് വീണ്ടും മേലോട്ടേക്ക് ഒരു എൻട്രി ഈ ഒരു ക്യാൻഡിൽ എടുത്തു. കൺഫർമേഷൻ കിട്ടിയ സമയത്ത് അതെടുത്തതിന് ശേഷം അത് ഈ ഒരു ക്യാൻഡിൽ SL അടിച്ചു. അങ്ങനെ 2 SL ആയി. പിന്നെ മൂന്നാമത്തെ ട്രേഡ് ഈ ഒരു ക്യാൻഡിലാണ്. അത് ഈ ലിക്വിഡിറ്റി എടുത്ത സമയത്താണ് ട്രേഡ് എടുത്തത്. അത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ചു. തൊട്ടടുത്ത ക്യാൻഡിൽ SL അടിച്ച് കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ ആ ട്രേഡ് നല്ല രീതിയിൽ മേലോട്ട് പോയിട്ടുണ്ട്. നല്ല ഹ്യൂജ് മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്ര കിട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ SL അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ വ്യൂ കറക്റ്റാണ്. ഇനി ഞാൻ വിചാരിച്ച മാതിരി മാർക്കറ്റ് പോയി എക്സാക്റ്റ് ആ പോയിന്റ് തന്നെ മാർക്കറ്റ് തിരിഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. SL അടിച്ച SL തന്നെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എടുത്തത് ഈ ഒരു ലെവൽ, അത് ഒരു മേലുള്ളൊരു ലെവൽ ടാപ്പ് ചെയ്തപ്പം താഴോട്ടേക്ക് എൻട്രി എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതാ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, ആ ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് മേലോട്ടേക്ക് പോകാൻ തുടങ്ങിയ സമയത്താണ് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷൻ എടുത്തത്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിൽ എൻട്രി എടുത്തു. കുറച്ച് കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡലിൽ മാർക്കറ്റ് നല്ല മൊമെൻറ്റം കാണിച്ചപ്പോൾ SL അടിച്ചു. അതാണ് ഒരു പുട്ട് ഓപ്ഷൻ മാത്രമേ ഇതിൽ കാണാം. പുട്ട് ഓപ്ഷൻ എന്താ, ഒരു പുട്ട് ഓപ്ഷൻ ബാങ്കിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 3 കോൾ ഓപ്ഷനാണ്. താഴത്തുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ബാക്കി 3 എടുത്തത്. അപ്പോൾ അത്രയാണ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ്. പിന്നെ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റിലുള്ള ഒരു ലെവൽ നോക്കിയിട്ടാണ് എടുത്തത്. ഈ ഒരു ലെവലുണ്ട്, ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടാണ് എൻട്രി എടുത്തത്. അത് എൻട്രി എടുത്ത് ആ ക്യാൻഡലിൽ തന്നെയാണ് SL അടിച്ചത്. അവിടെ നോക്കുകയാണെങ്കിൽ 14:06 എൻട്രി എടുത്ത് 14:06 SL അടിച്ച്. കറക്റ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അടുക്കത്തിൽ കിട്ടും. നോക്കി നോക്കാം എത്ര സെക്കൻഡോണ് അടിച്ചതെന്നുള്ളത്. 14:06 എടുത്ത് 14:06 എടുത്ത് 51, 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നിഫ്റ്റി 100 ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇന്ന് അറിയാണ്ട് 50 ക്വാണ്ടിറ്റി ആയിപ്പോയി. അതുകൊണ്ട് SL പകുതിയാണ് വന്നത്. നിഫ്റ്റിയിൽ ശരിക്കും 600 രൂപേൻ്റെ റേഞ്ചിലാണ് എനിക്കൊരു SL വരൽ. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 275 പകുതി വന്നിട്ടുള്ളൂ അതിൻ്റെ. അപ്പോൾ അത് ക്വാണ്ടിറ്റി പകുതിയായി പോയതുകൊണ്ടാണ്. ശരിക്കും 100 എടുക്കേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി SL വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് SL ആണ്. പക്ഷേ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. SL കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നുണ്ടെങ്കിലും ടോട്ടൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിൽ ആകെ 6% ലോസ് വന്നിട്ടുള്ളൂ. ഈ ലോസ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ്. എന്തായാലും ലോസും കാര്യങ്ങളൊക്കെ വരും. കണ്ടിന്യൂസ് ആയിട്ട് SL വരും. ഇതിപ്പോൾ ഒരു ലോസിങ് സ്ട്രീക്ക് എന്നൊക്കെ വരാം. കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് ഇനിയും ചിലപ്പോൾ SL വരാം, ഇനി ചിലപ്പോൾ ടാർഗറ്റ് വരാം, എന്ത് വേണമെങ്കിലും വരാം, പറയാൻ കഴിയില്ല. പിന്നെ ലെവൽ 1ൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ലെവൽ 1ൽ 22% പ്രോഫിറ്റാണ്. ഇനി ലെവൽ 2 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടെ ഡേയ്സ് കംപ്ലീറ്റ് ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽ 2 കഴിയുന്ന സമയത്ത് ഓവറോൾ PNL കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.